ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 38 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഈ 38 അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെയുള്ള ദഹന ബലിപീഠം, കൂടാരാങ്കണം, ഉപയോഗിച്ച ലോകങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ചിന്തിച്ചതാണല്ലോ. നിങ്ങളിന്ന് 38 അധ്യായം വായിക്കുക. ഞാൻ ആ സമയത്ത് 32 അധ്യായത്തിൽ നമ്മളിങ്ങനെ ഇത് വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട്. ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് അല്ലാതെ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട്. സമാഗമന കൂടാര ഭാഗമല്ലേ യഹോവ മോശയോട് പറഞ്ഞ് ഇസ്രായേൽ ജനവുമായുള്ള ബന്ധത്തിൽ. അതിൽ 32 അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. മോശ യഹോവയുടെ കൽപ്പനകൾ വാങ്ങാൻ വേണ്ടി പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ താഴെ ഉണ്ടായിരുന്ന ജനം അഹ്റോനെ നിർബന്ധിക്കുകയും മിസ്രയീമിൽ വെച്ച് അവർ ആരാധിച്ചിരുന്ന പോലെ അവർക്ക് ആരാധിക്കുവാൻ ഒരു മൂർത്തിയെ വേണം. യഹോവയെ ആരാധിക്കാനെന്നും പറഞ്ഞാണ് മോശ അവരെ വിളിച്ചുകൊണ്ടുവന്നത്. പക്ഷേ എന്തിനെയാണ് ഞങ്ങൾ യഹോവയെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. ആരെയാണ് അവർ ആരാധിക്കേണ്ടത്? വ്യക്തത അവർക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധനയ്ക്കൊരു അവസരം വേണം. അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ മോശ അവരുടെ ആഭരണങ്ങളൊക്കെ ചോദിച്ചു വാങ്ങി ഒരു കാളക്കുട്ടിയെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ജനം അതിനെ ആരാധിക്കുകയും അവർ വിനോദം പങ്കിടുകയൊക്കെ ചെയ്യുന്നതായി നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മോശ പർവ്വതത്തിൽ നിന്ന് ഇത് താഴെ വലിയ ആരവം കേട്ടപ്പോൾ മോശ യോശുവായോട് ചോദിക്കുന്നു. യോശുവായും മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. മോശയായിരുന്ന ആ ഉയരത്തിലല്ല, അതിൻ്റെ തൊട്ട് താഴെ യോശുവായുണ്ട്. യോശുവായോട് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അവിടെ വലിയ ആരവം നടക്കുകയാണ്. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് കാളക്കുട്ടിയെ ആരാധിക്കുന്ന ജനത്തിൻ്റെ വലിയ ആരവമാണ്, സന്തോഷമാണ്. മോശ കോപിഷ്ഠനായി താൻ എഴുതി വാങ്ങിയ കൽപ്പനകൾ എറിഞ്ഞ് അത് പൊട്ടിച്ചു കളയുകയാണ്. മോശയും അഹ്റോനും രണ്ടുപേരും പുരോഹിതന്മാരാണ്. ആരാണ് പുരോഹിതൻ? പരാപരൻ്റെ ഹിതമറിഞ്ഞ് പുരോഭാഗത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നവനാണ് പുരോഹിതൻ എന്ന് പറയുന്നു. പരാപരനായ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് അതനുസരിച്ച് ജനത്തെ നയിക്കുന്നവനാണ്. ഇവിടെ അഹ്റോന് സംഭവിക്കുന്നത് ജനത്തിൻ്റെ ഹിതമറിഞ്ഞ് ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിടുന്നതായ ഒരു സാഹചര്യമാണ്. രണ്ടുപേരും പുരോഹിതന്മാരാണെങ്കിലും മോശെ ദൈവത്തിൻ്റെ ഹിതമറിയാൻ, പരാപരൻ്റെ ഹിതമറിയാൻ വേണ്ടി ദൈവം പർവ്വതമുകളിലേക്ക് വിളിച്ചു കയറ്റി. മോശയെ പിന്നെ കാണുന്നില്ല. അപ്പോൾ ജനം വിചാരിച്ച് കാണും മോശയും ഒരുപക്ഷെ മരിച്ചു കാണും. അപ്പോൾ അവർക്കിനി ആകെയുള്ളത് അഹ്റോൻ മാത്രമാണ്. ഇന്ന് പൗരോഹിത്യത്തിലേക്ക് വരുന്ന ആ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്: മോശയാകണോ അഹ്റോനാകണോ? മോശ പോലെ ആകാൻ ശ്രമിച്ചാൽ ജനത്തിനത് താല്പര്യമില്ല. അഹ്റോനെ പോലെ ഉള്ളവരെയാണ് ജനം എപ്പോഴും താല്പര്യപ്പെടുക. കാരണം അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുരോഹിതൻ, അതാണ് അഹ്റോൻ. ഇത് പലപ്പോഴും നേരിടുന്നതായൊരു പ്രശ്നമാണ്. ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ജനത്തിൻ്റെ കൂടെയാണോ ദൈവത്തിൻ്റെ കൂടെയാണോ? ജനഹിതവും ദൈവഹിതവും എപ്പോഴും ഒന്നല്ല. ജനത്തിൻ്റേത് ആഗ്രഹങ്ങളാണ്. പക്ഷെ ദൈവം തൻ്റെ ഹിതം കൽപ്പനകളിലൂടെ മോശയെ അവിടെ അറിയിക്കുകയാണ്. പുതിയ നിയമത്തിൽ അതിന് പകരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവവചനം. ആ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും മറ്റ് വസ്തുക്കളെയോ മറ്റ് സൃഷ്ടികളെയോ ആരാധിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
9-ാം വാക്യം വരുമ്പോൾ അറിയുന്നു ഈ ജനം ദുസ്സാഠ്യമുള്ളതായ ഒരു ജനമാണെന്നും. അതിനുശേഷം ഇതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം ഈ ജനത്തെ നശിപ്പിച്ച് കളയുവാൻ തക്കോണം കഠിനമായി കോപിക്കുന്ന ഒരു വലിയ സാഹചര്യം, അല്ലെങ്കിൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടും, ഞാനിനി ഇവരിലൂടെ പോകുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് മോശ യഹോവയായ ദൈവത്തോട് പറയുന്ന ചില വാദങ്ങളുണ്ട്. നീ എന്തിനാണ് ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഈ ജനത്തെ ഈ മരുഭൂമിയിൽ വെച്ച് അവരെ നശിപ്പിച്ചാൽ മിസ്രയീമിലെ അവൻ്റെ ആളുകളും ഈ ജനത്തെക്കുറിച്ച് എന്തു പറയും? അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ദൈവം വിളിച്ചുകൊണ്ട് പോയി എന്നല്ലേ പറയുകയുള്ളൂ. ഇപ്പോൾ യഹോവയായ ദൈവമേ, അവിടുന്ന് കൊടുത്ത വാഗ്ദത്തങ്ങളൊക്കെ എന്തിനു വേണ്ടി? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ അവിടുന്ന് ഓർക്കണം. അവർക്ക് കൊടുത്ത വാഗ്ദത്തം പൂർത്തീകരിക്കാൻ വേണ്ടിയല്ലേ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത്? പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ നീതിമാന്മാരുടെ പേര് പറഞ്ഞുള്ള ആദ്യത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി നമുക്കിതിനെ കാണാവുന്നതാണ്. നീതിമാന്മാരുടെ, പിതാക്കന്മാരുടെ, പുണ്യവാന്മാരുടെ പേര് പറഞ്ഞുള്ള ആദ്യത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. അതായത് വാങ്ങിപ്പോയവരെ അവരുടെ പേരുകൾ പറഞ്ഞുള്ളതായ ഒരു പ്രാർത്ഥന. മോശയുടെ ഈ ഒരു പ്രാർത്ഥനയും ചോദ്യവും യഹോവയായ ദൈവം ആ ജനത്തിൽ നിന്ന് തൻ്റെ ക്രോധം മാറ്റുവാൻ, അവരെ വീണ്ടും നയിക്കുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുവാൻ കാരണമായിട്ട് തീരുന്നതായി നമ്മൾ കാണുന്നു. മനുഷ്യൻ്റെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയും ലജ്ജ കൂടാതെയുള്ള യാചനയും ദൈവം അനുഗ്രഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തെ കൊണ്ട് അനുഗ്രഹിപ്പിക്കും അഥവാ പ്രവർത്തിപ്പിക്കുമെന്ന വലിയ സത്യം ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മോശയുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും വലിയ നിർബന്ധവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം മോശ എന്ത് ചെയ്തു എന്ന് 21 മുതൽ വാക്യം നമ്മൾ വായിക്കുന്നു. ഈ കാളക്കുട്ടിയെ അത് ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി അത് ആ ജനത്തെ അവിടെ കുടിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും അവർ ചെയ്യാതിരിക്കത്തക്കവണ്ണം അതിനെ നാമാവശേഷമാക്കി കളയുന്നതായ ഒരു സാഹചര്യം. അതിനുശേഷം ഈ ബിംബത്തെ ആരാധിച്ച 3000-ഓളം പേരെ ലേവ്യർ മുഖാന്തരം അവിടെ കൊല്ലുകയാണ്. ആരെ ഇവരോട് പകരം ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ലേവ്യർ മുന്നോട്ട് വരികയും, ഒരു പുരോഹിത ഗോത്രമാണ്, അവർ വന്ന് ആ ജനത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതായ ഒരവസ്ഥയാണ്. അവരെയെല്ലാം അവിടെ കൊന്നുകളയുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ആരെയും ഇവിടെ നമ്മൾ കൊല്ലുകയല്ല. കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു ആരാധനയെ അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തെ പൂർണ്ണമായും നീക്കിക്കളയുന്നതായ ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന മോശ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടുമ്പോഴാണ് മറ്റ് പ്രകൃതി ശക്തികളെ അല്ലെ ജീവജാലങ്ങളെയൊക്കെ ആരാധിക്കുന്നതിൽ നിന്ന് നമുക്ക് വേർപെട്ട് നിൽക്കുവാൻ, അതല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നത്. 32-ാം വാക്യം വായിക്കുന്നു. മോശയുടെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ക്കാതെ പാപം ചെയ്തവരുടെയൊക്കെ പേര് യഹോവയായ ദൈവം നീക്കിക്കളയുന്നതായ ഒരു സാഹചര്യം. നമ്മുടെയൊക്കെയും പേര് മാമോദീസായിലെ സ്നാനത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടതാണ്. എഴുതപ്പെട്ട പേര് മായ്ക്കപ്പെടാതെ എന്നും നിലനിൽക്കണമെങ്കിൽ സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകണം. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഓരോ കാളക്കുട്ടികൾ മിക്കവാറും ഉണ്ടാകാറുണ്ട്. ഭൗതികമായ അതിനെ നമ്മൾ ആരാധിക്കുന്ന, ദൈവത്തെക്കാളധികം സ്നേഹിക്കുന്ന ഒരു മനോഭാവം കാളക്കുട്ടിയെ ആരാധിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. അതിൽ നിന്ന് സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും 38-ാം അധ്യായം ഇന്ന് വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.